അമ്മ മലയാളത്തിന് അകാല ചരമം അനുവദിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഗൾഫിലെ പുതുതലമുറ. ബഹ്റൈനിലെ നൂറുകണക്കിന് കുരുന്നുകളാണ് സ്വന്തം മലയാളത്തെ ആരും പ്രേരിപ്പിക്കാതെ തന്നെ നെഞ്ചേറ്റുന്നത്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. മലയാളി മാതൃഭാഷ കൈവിടുന്നു എന്ന പരാതികളും പരിഭവങ്ങളും ഇന്നുമേറെയാണ്. നാട്ടിലും പരദേശത്തും പഴികൾക്കിന്നും കുറവില്ല. മാറുന്ന മലയാളി ഹരിശ്രീ കുറിച്ച ഭാഷ മറക്കുന്നു എങ്കിൽ കടലിനിക്കരെ ഉണരുന്നു നമ്മുടെ ഭാഷ. അമ്മ മലയാളത്തെ കുമ്പിളിൽ കാക്കുകയാണ് ബഹ്റൈനിലെ പ്രവാസികൾ. എങ്കിലും ഭാഷ നുകരാൻ 750ഓളം കുട്ടികൾ, അധ്യാപകരും അനധ്യാപകരുമായി 100ഓളം സന്നദ്ധ സേവകർ, ദിശാബോധമുള്ള സിലബസ്, എല്ലാ വാരത്തിലും മുടങ്ങാതെ ക്ലാസുകൾ, കൃത്യമായ പരീക്ഷകൾ. അങ്ങനെ പോവുന്നു ബഹ്റൈൻ കേരളീയ സമാജത്തിലെ മലയാളം പാഠശാലയുടെ വിസ്മയ മാതൃക. ഭാഷയെ അറിയാനും നമ്മുടെ പൈതൃകം കുട്ടികളിൽ മനസ്സിലാക്കാനും മലയാളത്തെ കുട്ടികളിൽ സംശീകരിക്കാനും വേണ്ട ഒരു വിപുലമായൊരു ഭാഷാ പദ്ധതിയാണ് മലയാളം മിഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ബഹ്റൈനിലെ മലയാളികളായ കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി തുടരുന്ന ഈ അക്ഷരസബരിയ കേരളത്തിന് പുറത്തു നടക്കുന്ന ഏറ്റവും വലിയ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനമാണിന്ന്. പഠന പരിശോധനകൾ, തികഞ്ഞ മത്സരബുദ്ധിയോടെ കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന വാർഷിക പരീക്ഷ, നിരവധി ഭാഷാ പഠന പരിപാടികൾ, ക്യാമ്പുകൾ, കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ. അങ്ങനെ മലയാളം കടലോളം വരികയാണ് അറബിക്കടലിനിക്കരെ. ഇത്തിരി വട്ടമുള്ള ഫ്ളാറ്റുകളിൽ ആംഗലേയ ഭാഷയുടെ തള്ളിക്കയറ്റത്തിൽ മലയാള മധുരം നുണയാൻ കഴിയാതെ പോകുന്ന കുരുന്നുകൾക്കും അവരെ ചൊല്ലി വേവലാതിപ്പെടുന്ന രക്ഷിതാക്കൾക്കും ഇത് ആശ്വാസത്തിന്റെ ഇടമാണ്. ഈയിടെ മലയാളം പാഠശാലയെ തേടിയെത്തിയത് അംഗീകാരത്തിന്റെ പൊൻതിളക്കം. മലയാള ഭാഷയെ കടലിനിക്കരെ നിന്നും ലാളിക്കുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള ഉപഹാരം പോലെ മലയാള മിഷന്റെ അംഗീകാരം. 25 വർഷം മുമ്പ് കേരളീയ സമാജം മലയാളം പാഠശാല ആരംഭിക്കുമ്പോൾ പ്രചോദനം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. മലയാളം ഇങ്ങനെ വളരാൻ ആ സ്വപ്നസാഫല്യത്തിനായി അവർ വെറുതെ ഇരുന്നില്ല. സന്നദ്ധതയും നിശ്ചയദാർഢ്യവും മലയാളത്തെ പുണരാൻ കരുത്തായി. ഇന്ന് കേരളത്തിന് പുറത്തെ വലുതും വേറിട്ടതുമായ അക്ഷരക്കളരിയാണ് ഈ പഠന കേന്ദ്രം. ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ബഹ്റൈനിലെ ഭാഷാസ്നേഹികളായ സാംസ്കാരിക പ്രവർത്തകരാണ്. മുന്നിൽ നയിക്കാൻ അധ്യാപന രംഗത്ത് മികവ് തെളിയിച്ചവർ ഇവർക്കൊപ്പമുണ്ട്. ഓരോ വർഷവും സംഘാടകരുടെ കണക്ക് തെറ്റിച്ചാണ് കുട്ടികളുടെ പ്രവേശനത്തിനായി രക്ഷിതാക്കളുടെ തിരക്ക്. പ്രവേശനോത്സവത്തിൽ എത്തിച്ചേരുന്ന രക്ഷിതാക്കളെയും അവരുടെ വർദ്ധിച്ച താൽപര്യവും സാംസ്കാരിക പ്രവർത്തകരെ അമ്പരപ്പിക്കുക തന്നെയാണ്. മലയാള ഭാഷയെ മലയാളി മറക്കുന്നു എന്ന ആക്ഷേപങ്ങളെ പൊന്മലയാളം തിരികെ നൽകി തിരുത്തുകയാണ് ഈ പാഠശാല. വളരെ പ്രൊഫഷണലായ ഒരു ടീമാണ് ഈ മലയാളം ക്ലാസ്സിന് ചുക്കാൻ പിടിക്കുന്നത്. അധ്യാപകരിൽ നിന്നുപരിയായി 30ഓളം പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് മലയാളം ക്ലാസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ തന്നെയാണ് ഇത്. പ്രവാസി മലയാളി സമൂഹത്തിന്റെ ഭാഷ പഠന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ആവിഷ്കരിച്ച പ്രത്യേക പാഠ്യപദ്ധതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. SSLC പൂർത്തിയായവരുടെ ഭാഷാ നിലവാരത്തിന് തുല്യമായ രീതിയിൽ ഭാഷയിൽ നൈപുണ്യം നേടാൻ കഴിയുന്ന മലയാള മിഷന്റെ പ്രത്യേക പഠന കോഴ്സാണ് ഇവിടെ നടത്തുന്നത്. ക്ലാസ് റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കണിക്കൊന്ന എന്ന പേരിലാണ്. കണിക്കൊന്ന 1, 2, 3 എന്നിങ്ങനെ നിരവധി ക്ലാസ് റൂമുകളിൽ ഒരേ സമയം കുട്ടികൾ ഭാഷ നുകരുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഭാഷയുടെ ഈ ഉത്സവം പതിവ് തെറ്റാതെ നടക്കുന്നു. കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും ലഭ്യമാക്കുന്ന സമാജം ഈ സംരംഭത്തിനായി ഈടാക്കുന്നത് നാമമാത്രമായ ഫീസു മാത്രമാണ്. ഈയിടെ മലയാളം മിഷന് രജിസ്ട്രാറും പ്രത്യേക അധ്യാപകനും നേരിട്ടെത്തി. 70ഓളം അധ്യാപകരെ പരിശീലിപ്പിച്ചത് ഭാഷാ പഠനത്തിന്റെ പുതിയ സങ്കേതങ്ങളായിരുന്നു. നിറഞ്ഞ ആവേശത്തോടെ എത്തുന്ന രക്ഷിതാക്കളിലും കുട്ടികളിലും ഒരിക്കലും മരിക്കാത്ത മലയാളത്തിന്റെ മധുരം പ്രതീക്ഷാ നിർഭരമായി നിലനിൽക്കുന്നു. സന്ദർശകർക്കെല്ലാം വാഴ്ത്തുവാനുള്ളതും ഇവിടെ വീണ്ടെടുക്കപ്പെടുന്ന മലയാളത്തിന്റെ വിജയമാതൃകയെ തന്നെ.
വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള, വീണ്ടും തിരിച്ചെത്തും. മുൻകാല കണ്ടെത്തലുകൾ മാത്രമാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. എന്നാൽ പുതുകാലത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കുരുന്നു പ്രതിഭകൾ നടത്തിയ അന്വേഷണങ്ങൾ, കണ്ടെത്തലുകൾ നാം വിസ്മരിക്കുന്നതെങ്ങനെ? ക്ലാസ് മുറികൾക്ക് പുറത്തെ അത്തരം ചില കണ്ടെത്തലുകളിലേക്കാണ് ഇനി. ശാസ്ത്ര കുതുകികളായ വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അറബ് ലോകത്തും ഇന്ന് അവസരമേറെയുണ്ട്. ശാസ്ത്രവിസ്മയങ്ങൾ കൺമുന്നിൽ കാണാനും അവതരിപ്പിക്കാനും അറബ് ലോകത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയ പ്രദർശനമേളയിലൂടെയുള്ള സഞ്ചാരം കൗതുകകരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. മനുഷ്യന്റെ പ്രതിസന്ധികൾക്കുള്ള ബദൽ പരിഹാരങ്ങളും സാങ്കേതിക രംഗത്തെ പുതിയ സാധ്യതകളും മേളയിൽ നിറഞ്ഞുനിന്നു. ഊർജോൽപാദനത്തിന്റെ ബദൽ രീതി മുന്നോട്ട് വയ്ക്കുന്ന ദുബൈയിലെ ജെംസ് മോഡേൺ അക്കാദമിയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സ്റ്റാൾ ഏറെ ശ്രദ്ധേയമായി. ഊർജ പ്രതിസന്ധി വലിയൊരു പ്രശ്നമായി തീരുന്ന പുതിയ ലോകത്ത് മർദ്ദത്തിൽ നിന്ന് ഊർജോൽപാദനം സാധ്യമായ പീസോ വൈദ്യുതോൽപാദന രീതി എങ്ങനെ പരിഹാരമാവുന്നു എന്ന് കൊച്ചു കൂട്ടുകാർ വിശദീകരിക്കുന്നു. നാം അറിയാതെ നമ്മുടെ പാദസ്പർശങ്ങളിൽ നിന്ന് ഊർജോൽപാദനം സാധ്യമാക്കുന്ന ഈ സാങ്കേതിക വിദ്യ ജനസമ്പർക്കമുള്ള വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ മേഖലയിൽ ഏറെ പ്രായോഗികമാണത്രേ. Basically, it's just generating electricity through people's pressure. So, it's a person is a source of power for whatever we would like to do. That's the basic idea of piezoelectricity. അമർത്തുക എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ് പീസോ. 1880-ൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞരായ ജാക്കൂസും പിയറെ ക്യൂരിയും കണ്ടെത്തിയ പീസോ വിദ്യ പക്ഷേ അത്ര കണ്ട് ലോകം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അടുത്ത കാലത്ത് ജപ്പാനിലെ ദ ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനിയാണ് പീസോ ഇലക്ട്രിസിറ്റി വിദ്യ ഉപയോഗിച്ചത്. 2.5 മില്യൺ ജനങ്ങൾ ദിനംപ്രതി യാത്രയ്ക്കെത്തുന്ന ഇവിടെ പീസോ വിദ്യ അടിസ്ഥാനമായുള്ള ടൈലുകൾ പതിച്ച് വൈദ്യുതോൽപാദന രംഗത്ത് വിജയഗാഥ രചിച്ചു. ഈ ബദൽ സംവിധാനത്തിന്റെ പ്രസക്തി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ തുനിഞ്ഞിറങ്ങിയ ഈ കൊച്ചു കൂട്ടുകാർ ദുബൈ എയർപോർട്ടിൽ ഈ വിദ്യ നടപ്പിലാക്കാനുള്ള പ്ലാനും നിർദ്ദേശവും തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതിദിനം 55,000-ഓളം യാത്രക്കാരെത്തുന്ന ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചുരുങ്ങിയത് 290 കിലോ വാട്ട്സ് ഹവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നും ഇവർ പറയുന്നു. അബുദാബിയിലെ അപ്ലൈഡ് ടെക്നോളജി ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കരവിരുതാവട്ടെ അമ്മമാർക്കുള്ള ഒരു കൈത്താങ്ങാണ്. അമ്മത്തൊട്ടിലിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കിടത്തി അമ്മമാർക്ക് മറ്റൊരു രാജ്യത്തേക്ക് വരെ പോവാമെന്ന് വെച്ചാൽ അത്ഭുതപ്പെടേണ്ട. കുഞ്ഞുങ്ങളെ പാട്ടുപാടിയുറക്കാനും അന്തരീക്ഷതാപം നിയന്ത്രിക്കാനും കുഞ്ഞിനെ കാണാനും അവസരമൊരുക്കുന്ന സാങ്കേതിക വിദ്യയാണ് കുറഞ്ഞ ചിലവിൽ ഈ കൂട്ടുകാരികൾ വികസിപ്പിച്ചിരിക്കുന്നത്. It's smart because it detects the room temperature and the sound of the baby. In addition, it displays the baby picture on the mother mobile screen. മേളയിലെ സ്റ്റാളുകൾ കയറിയിറങ്ങുമ്പോൾ ട്രാഫിക് നിയന്ത്രണം, വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ വിവിധങ്ങളായ ബദൽ രീതികൾ തുടങ്ങിയ അനവധി സാങ്കേതിക വിദ്യകളുമായിട്ടാണ് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. പ്രായോഗിക ചിന്തകൾക്ക് പ്രചോദനമാവുന്നതും നിരവധി ബദൽ മാതൃകകളെക്കുറിച്ച് ഉണർത്തുന്നതും പുതുപ്രതീക്ഷകൾക്ക് നാം വിടുന്നതുമാണ് ഈ യുവപ്രതിഭകളുടെ ചിന്തകളും ആത്മവിശ്വാസവും എന്നതിൽ സംശയമില്ല. മരുഭൂമിയിൽ തളിരിടുന്ന പൂക്കളുടെ വൈവിധ്യം എത്ര മനോഹരമാണ്. ആ പൂക്കളിലേക്കാണ് ഇക്കുറി യൂസുഫ് അലി ക്യാമറ തിരിക്കുന്നത്.
വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. പ്രവാസ ലോകത്തെ വേറിട്ട വിഭവങ്ങളുമായി അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും. ഈ എപ്പിസോഡിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ